ഇനി നമ്മൾ പഠിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി, ഈ 4 സൈക്കിളുകളാണ്. ആ 4 സൈക്കിളുകളുടെ അണ്ടറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിറ്റിഗേഷനിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് നോക്കണം. അതിനുശേഷം എന്താണ് ഓരോ സൈക്കിളുകളായിട്ട് പഠിക്കണം. So disaster management cycle refers to the continuous process that the governments and communities follow to prepare for, respond to and recover from disasters. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും ഉണ്ടാകുന്നതോ അതിന് മുന്നേയൊക്കെ ആവാം. ഡിസാസ്റ്ററുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് അതോറിറ്റീസും അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റീസും പാലിക്കേണ്ട, പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ വന്നാൽ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് വന്നതിന് ശേഷം റിക്കവർ ചെയ്യേണ്ടത്. സോ ഡ്യൂറിങ് ഡിസാസ്റ്റർ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ ഈ സമയങ്ങളിലായി ചെയ്യേണ്ട ചില തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ലൈക്ക് നമുക്കിപ്പം സ്ഥിരമായി എർത്തുകേക്ക് ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എർത്തുകേക്ക് ഉണ്ടായതിനു ശേഷം എന്താണ് ഞങ്ങൾ അതിൽ നിന്നും റിക്കവറായി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത എർത്തുകേക്കിന് കാണാം എന്ന രീതിയിലല്ല പോവേണ്ടത്. അതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠം ഉപയോഗിച്ചുകൊണ്ട് തുടർന്ന് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും നമ്മൾ എന്താണ് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഈ പ്രവൃത്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതും തുടർച്ചയായി ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഗവൺമെൻറ് അതോറിറ്റീസ് തീരുമാനമെടുത്ത് അവർ കാര്യങ്ങൾ നടത്തി അവരതിന് വേണ്ട ഒരു ഫോഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെല്ലാം ചെയ്തോളൂ എന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇതെന്താണ് കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്, ജനങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. 4 പ്രധാനപ്പെട്ട സൈക്കിളുകളായിട്ട് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട ഫേസുകളിലൂടെയാണ് പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ മിറ്റിഗേഷൻ, ദ സെക്കൻഡ് വൺ ഈസ് ദ പ്രിപ്പയർനെസ്, ദ തേർഡ് വൺ ഈസ് ദ റെസ്പോൺസ് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ റിക്കവറി ഫേസ്. ഇത്രയുമാണ് ആ 4 ഫേസുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓർഡറിലായിരിക്കും ഒരു ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ അതിനെ കാണുന്ന ഒരു സൈക്ലിക്കൽ മെത്തേഡ് എന്നുള്ളൊരു രീതിയിലുമൊക്കെ ഈ ഒരു ഓർഡറിലായിരിക്കും മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി എന്ന് പറയുന്ന ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഞാനത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ നമ്മൾ പഠിക്കുമ്പം അവിടെ മിറ്റിഗേഷനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ചോദ്യമായിരുന്നു, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി ആൻഡ് മിറ്റിഗേഷൻ എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. അതായത് 2, 3, 4 then 1 ആണ് വരുന്നത്. അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ടാണ് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. അപ്പം ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് നിൽക്കുക, ദെൻ എന്താണ് ഡിസാസ്റ്റർ സംഭവിക്കുമ്പം റെസ്പോൺസ് ചെയ്യുക, ദെൻ റിക്കവറി ആക്ടിവിറ്റീസ് ചെയ്യുക, ഇനി വരാൻ പോകുന്ന ഡിസാസ്റ്ററിനെ മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളത്. തുടർന്ന് ആ ഒരു സൈക്കിളിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ളൊരു രീതിയിലാണ് അടുത്ത ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളൊരു രീതിയിൽ, ആ ഒരു രീതിയിലാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സൈക്കിളിനെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി എന്താണ് നമ്മൾ ആ മിറ്റിഗേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഈ സൈക്ലിക്കൽ ഓർഡർ ചോദിക്കുമ്പം അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ ആയിരിക്കണം ഉത്തരമായിട്ട് എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പഠിക്കുന്ന ഓർഡറിലായിരിക്കരുത് എപ്പോഴും പഠിച്ചു വെക്കേണ്ടത്. കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൻ്റെ ഓർഡർ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓർഡർ തന്നെ എന്ത് ചെയ്യുക, ഫോളോ. ഇവിടെ നമ്മൾ 4 ഫേസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ 4 ഫേസിൻ്റെയും കൃത്യമായിട്ടുള്ള പർപ്പസ് എന്താണ്, എന്തിനാണ് അത് ലക്ഷ്യം വെക്കുന്നതെന്നൊന്ന് നോക്കി പോകാം. വളരെ ക്വിക്കായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്താണ് മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് പ്രിപ്പയർനെസ്, എന്താണ് റെസ്പോൺസ്, എന്താണ് റിക്കവറി, ഇതെന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഘൂകരിക്കുക എന്നുള്ളതാണ്. റിഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്യൂച്ചർ ഡിസാസ്റ്റേഴ്സ്. ഇനി നടക്കാൻ പോകുന്ന ഡിസാസ്റ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കുക എന്നുള്ളതാണ് മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പയർനെസ്, തയ്യാറെടുപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. റെഡ്നെസ് ടു റെസ്പോൺസ് ഓൺ ദ ഡിസാസ്റ്റർ സ്ട്രൈക്സ്. അതായത് നമ്മൾ റെസ്പോൺസ് ചെയ്യാനല്ല, റെസ്പോൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഓക്കെ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ട്. ഇനി ആ ധാരണ നമ്മൾ നിലവിൽ വരുത്തുക, അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന ഒരു ഫേസാണ് എന്തെന്ന് പറയുന്നത് റെസ്പോൺസ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഡ്യൂറിങ് ഓർ ജസ്റ്റ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. ഇമ്മീഡിയറ്റ് മാത്രമല്ല അതിന് ശേഷമുള്ള ആക്ഷനും വരുന്നുണ്ട്. അതെന്താണെന്ന് പറയുന്നത് റെസ്പോൺസിൻ്റെ ഭാഗമാണ്. ദെൻ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് എ ലോങ് ടേം റീബിൽഡിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, പുനരധിവാസം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു റിക്കവറി സ്റ്റേജ്. ആ കഴിഞ്ഞു പോയ ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളതാണ് റിക്കവറി സ്റ്റേജ് കൊണ്ട് നമ്മൾ വീണ്ടെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ആ 4 ഫേസുകളും അതിൻ്റെ പർപ്പസും എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ആദ്യത്തെ സൈക്കിൾ, അതായത് സൈക്കിളിലെ ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള മിറ്റിഗേഷൻ, ലഘൂകരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഭാഗം,
അപ്പം ഇതിൻ്റെ കാഠിന്യം കുറച്ച് കാണിക്കുക, കുറച്ച് വെക്കുക എന്നുള്ളത്, കുറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താണ് മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലഘൂകരിക്കുക എന്ന് മലയാളത്തിൽ പറയുന്നത്. സോ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ proactive measures taken to reduce or eliminate long-term risk to people, property and environment from disasters. അപ്പോൾ മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നെങ്കിൽ ഒഴിവാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു ലോങ് ടേം ആയിട്ട് ആളുകൾക്കുണ്ടാകുന്ന പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജുകളുണ്ടല്ലോ, അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മിറ്റിഗേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ, അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ സ്വത്തും മറ്റു കാര്യങ്ങളും, വീടും മറ്റു കാര്യങ്ങളും, പ്രോപ്പർട്ടീസും എല്ലാം വരുന്നത്. ഇനി എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ കാര്യങ്ങൾ, ഇത് ഉണ്ടായി ഒരു ലോങ് ടേമിൽ നമ്മൾ ഇതിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വേണ്ട. അതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപക്ഷെ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസാസ്റ്ററിനെ തുടർന്ന് ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ മിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഫോക്കസസ് ഓൺ പ്രിവെൻറ്റിംഗ് ഓർ മിനിമൈസിങ് ദി ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മിറ്റിഗേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഡിസാസ്റ്ററിനെ തുടർന്നുണ്ടാകുന്ന ആ റിസ്കിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ആ റിസ്ക് റിഡക്ഷൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? ഈ മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി മിറ്റിഗേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിറ്റിഗേഷൻ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കുറച്ച് കാര്യമാണല്ലോ, ചുമ്മാ അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ല, ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. മിറ്റിഗേഷനെ നമുക്ക് രണ്ട് രീതിയിൽ, സ്ട്രക്ചറൽ എന്നുള്ളൊരു രീതിയിലും നോൺ സ്ട്രക്ചറൽ എന്നുള്ളൊരു രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നോൺ സ്ട്രക്ചറൽ. സോ സ്ട്രക്ചറൽ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. നോൺ സ്ട്രക്ചറൽ ഉപയോഗിച്ചുകൊണ്ടും മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതിൽ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻജിനീയറിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന ഹസാർഡ്സ് ഓർ ഡിസാസ്റ്റേഴ്സ് ഇല്ല, അവയുടെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ആവാം അതെന്ന് പറയുന്നത്. സോ ഫിസിക്കൽ കൈൻഡ് ഓഫ് എ സെറ്റപ്പാണ് അതെന്ന് പറയുന്നത്. സോ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വരുന്ന ഡിസാസ്റ്ററുകളുടെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സാമ്പിളുകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ അണ്ടറിൽ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവുന്ന ആദ്യത്തെ മനസ്സിലോട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജപ്പാൻ്റെ സിറ്റുവേഷൻ എടുക്കുക. അവിടെ നിരന്തരം ഭൂകമ്പം ഉണ്ടാകുന്ന കാരണത്താലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ്, ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് എർത്ത് റെസിലിയൻ്റ് ആയിട്ടായിരിക്കും ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരുവിധപ്പെട്ട എർത്ത് എല്ലാം എന്ത് ചെയ്യും, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള മിറ്റിഗേഷണൽ മെജറാണ്. അപ്പോൾ സിമിലർ ടു ദാറ്റ് കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും. കുറേയൊക്കെ ഓവർലാപ്പിംഗ് ഒക്കെയാണ്, പക്ഷേ എന്താണ്, പല മെഷേഴ്സാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലേതെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്, പല രീതിയിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ, ഡിസാസ്റ്റർ റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, മീൻസ് എർത്ത് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ്റെ അണ്ടറിൽ പെടുന്നതാണ്. സോ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഡിസാസ്റ്ററിനെ റെസിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളത്, അതിപ്പോൾ ഇതാണ്. ഇപ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്ന സ്ഥലത്താണെങ്കിൽ എംബാർക്ക്മെൻറ്റുകൾ പണിയുക എന്ന് പറയുന്നത്, ഡാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഫ്ലഡ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സൈക്ലോൺസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പം ഇത് സർഫസിലേക്ക് കിടക്കുമ്പം ഫ്രിക്ഷൻ ഉള്ള കാരണത്താലായിട്ട് വിൻഡിൻ്റെ സ്പീഡ് കുറയും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഈ ഇമ്പാക്റ്റ് ഉണ്ടായി തുടങ്ങുന്ന ആ ഭാഗങ്ങളിലുള്ള വെജിറ്റേഷൻസ്, വലിയ ലാർജ് ട്രീസും മറ്റുമൊക്കെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ, ഇപ്പം മാൻഗ്രൂവ് ഫോറസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ എന്താണ്, ഇങ്ങോട്ട് വരുന്ന വിൻഡിൻ്റെ വെലോസിറ്റിയെ കുറയ്ക്കുന്നതിന് കാരണമാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ ബിൽഡിംഗ് കോഡ്സ് ആൻഡ് റെഗുലേറ്ററി മെഷേഴ്സ്, സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ്, സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നത് വഴി, അതായത് സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഈ ഡിസാസ്റ്ററിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡിസൈൻസ് കൊണ്ടുവരിക എന്നുള്ളത്. ബിൽഡിംഗ് കോഡ് ആൻഡ് റെഗുലേറ്ററി മെഷേഴ്സ് എന്ന് പറയുമ്പം ബിൽഡിംഗ് നിർമ്മിക്കുമ്പം തന്നെ എന്താണ്, ഇന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇപ്പം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാറ്റി നിർത്തി നമ്മൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ കൊണ്ടുവരിക, ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റുകളൊക്കെ ആവശ്യം പോലെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്താണ്, അതിന് ലൈസൻസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ റീലൊക്കേഷൻ, ആളുകളെ ഇപ്പം മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നതും അതിനകത്ത് വിടുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സ്ഥലത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്രയും ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ തന്നെ അങ്ങ് കടന്നിട്ട് ഇത് ഫേസ് ചെയ്യുക എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് എന്താണ്, അവിടെ നിന്ന് മാറി റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഷെൽറ്റേഴ്സ്,
കമ്മ്യൂണിറ്റി ഷെൽറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതേ തുടർന്നുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത് ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ അവർക്ക് ആവശ്യമാണ്. ഇന്നിപ്പം വീട് നഷ്ടപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ കിടന്നുറങ്ങാൻ സ്ഥലം വേണ്ട. അപ്പോൾ കമ്മ്യൂണിറ്റി ഷെൽട്ടറുകൾ അത്തരത്തിലുള്ള രീതിയിൽ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സഡനായിട്ട് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റും. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ബാരിയർ ഡിഫ്ലക്ഷൻ ആൻഡ് റിറ്റൻഷൻ സിസ്റ്റംസ്, ഫ്ലഡ് കൺട്രോളിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എർത്ത് ഉണ്ടാകുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ സൈക്ലോൺസ് വരുമ്പോൾ തന്നെ ലോ പ്രഷറായിട്ട് അല്ലെങ്കിൽ ഡിപ്രഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ഇന്നടുത്ത് ഇന്ന സമയത്ത് സൈക്ലോൺസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിറ്റക്ഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുക വഴി നമുക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ട് അറിയാനും മറ്റും ഒക്കെ സാധിക്കും. ഫിസിക്കൽ മോഡിഫിക്കേഷൻസ്, അതും എന്താണ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻസിൻ്റെയൊക്കെ കാര്യത്തിലുമൊക്കെ. അപ്പം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിനെ തടയത്തക്ക രീതിയിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുക എന്നുള്ളത്. ദെൻ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ്, അത് ജനറലൈസ് ചെയ്ത് പറയുന്നത് ഇപ്പം വേറൊരു ടേമിൽ നിങ്ങൾക്ക് പറയാം, മെഡിക്കൽ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണ് പ്രോപ്പറായിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ ഒരു ടേമിൽ കോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. ദെൻ റിഡൻഡൻസി ഇൻ ലൈഫ് സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ. ഈ റിഡൻഡൻസി ഇൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന് ബദലായി മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി കരുതി വെച്ചിരിക്കുക എന്നുള്ളതാണ്. അതായത് ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറേയധികം കാര്യങ്ങൾ. ഇപ്പോൾ ലൈഫ് സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പം അതിനകത്ത് ഇപ്പോൾ സിമ്പിളർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആംബുലൻസ് ഫെസിലിറ്റി, ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങളുമൊക്കെ എപ്പോഴും എന്താണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടി വരും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇപ്പോൾ 1-2 യൂണിറ്റ് മാത്രം ഒരിടത്ത് കീപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരു ഏരിയ അഫക്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മറ്റുള്ളിടത്ത് നിന്നും ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ ബാക്കപ്പ് ഓപ്ഷൻസ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജസ് ഉണ്ടാവും. ഇപ്പോൾ ലൈഫ് സേഫ്റ്റി അല്ലാതെ റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ജനറേറ്റർ ബാക്കപ്പിന് വേണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാക്കപ്പ് ഓപ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിഡൻഡൻസിയും എന്തെങ്കിലും പറഞ്ഞാൽ അത്. അപ്പോൾ ലൈഫ് സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ റിഡൻഡൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, അതായത് ബാക്കപ്പ് ഓപ്ഷൻസ് കീപ്പ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനാണ്. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു, കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനാണല്ലോ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചില ഹ്യൂമൻ ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക വഴി എന്ത് ചെയ്യാൻ പറ്റും, കുറേയധികം ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇമ്പാക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കാതിരിക്കുന്നത് മുതൽ അത് തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം സോണിങ് എന്ന് പറയുന്നത്, അതായത് എർത്ത് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ചില ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്നു. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ തന്നെ എന്താണ് അവിടുത്തെ ആക്ടിവിറ്റീസ് നിയന്ത്രിച്ച കാരണത്താലായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ത്രൂ മോഡിഫിക്കേഷൻ ഇൻ ഹ്യൂമൻ ബിഹേവിയർ ഓർ നാച്ചുറൽ പ്രോസസ്സസ്. എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ മിറ്റിഗേഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിൻ്റെ അണ്ടറിൽ എന്താണ് പോളിസി മേക്കിങ്ങുകളുണ്ടാവും. ദെൻ പ്ലാനിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അവെയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുക വഴി, ജനങ്ങൾക്ക് അവെയർനെസ് കൊടുക്കുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ. അതായത് ഒരു എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിൽ, ഹ്യൂമൻ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ്റെ ആസ്പെക്റ്റിലൊക്കെയാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള, പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പം അവയെ എന്താണ് കൂടുതലായിട്ട് അവയെ ഇമ്പാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാൻഡ് യൂസ് പ്ലാനിങ് ആൻഡ് സോണിങ് റെഗുലേഷൻസ്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ, അതിൻ്റെ ഒരു നേച്ചറും എൻവയോൺമെൻറ്റും നമുക്കറിയാമെങ്കിൽ അതനുസരിച്ച് കൊണ്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ് മെത്തേഡ്സുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കണം അവിടെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഉള്ളത്. ദെൻ സോണിങ് റെഗുലേഷൻസ്, മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 1, 2, 3, 4, 5 എന്ന് പറയുന്ന 4 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4ാമത്തെ സോൺ ഹൈലി പ്രോൺ ടു എർത്ത് ആണെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഒരു റെഗുലേഷൻസ് അവിടെ വരുന്നുണ്ട്. ദെൻ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. അതെന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്, ഇപ്പോൾ സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുനാമിയെ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുന്നു, ആളുകളിലേക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷണൽ ആക്ടിവിറ്റീസ്, അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നേച്ചറും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ നേച്ചർ
ഇങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ എന്ന് നമുക്കറിയാമെങ്കിൽ എന്താണ് അത്തരം കൺസർവേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിൽ നിന്ന് തന്നെ എന്താണ് നമുക്ക് ഓൾറെഡി ഈ വരുന്നതിന് മുമ്പ് തന്നെ, ഹസാർഡ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറയ്ക്കുക എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം. എഡ്യൂക്കേഷനും കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാമും. ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം വലിയ ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന കാര്യം. ദെൻ അപ്പം ഒരു വീടിനകത്താണെങ്കിൽ സഡനായിട്ട് പെട്ടെന്ന് എന്താണ് ഏതെങ്കിലും തരത്തിൽ ടേബിൾ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ താഴോട്ട് കയറി നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരിക. ദെൻ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, മൊത്തത്തിൽ നമ്മളൊന്ന് നന്നാവുക എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. ഈ ഒരു അർത്ഥത്തിൽ നമ്മളുടെ കൂടി രീതികൾ മാറ്റുക എന്നുള്ള കാര്യം കൊണ്ടുവരുന്നതാണ് എന്തെന്ന് പറയുന്നത് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുക മിറ്റിഗേഷൻ ഗോൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ എന്ന് പറയുന്ന ഒരു കാര്യം സിലബസിൽ പഠിക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ നോക്കി. അപ്പം അതിൽ സ്ട്രക്ചറൽ ഏതാണെന്നും നോൺ സ്ട്രക്ചറൽ ഏതാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്ട്രക്ചറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നോൺ സ്ട്രക്ചറൽ എന്നതുകൊണ്ടുള്ള മീനിങ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സിലബസിൽ പറയുന്ന മിറ്റിഗേഷൻ അണ്ടറിലുള്ള കാര്യമാണ് മിറ്റിഗേഷൻ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മിറ്റിഗേഷൻ ഗോൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെയും ഏതെങ്കിലും ടൈപ്പ് ഓഫ് എന്താണ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മിറ്റിഗേഷൻ ഗോൾ എന്താണെന്ന് അറിയണം, പിന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും പഠിക്കണം. ഇത്രയുമാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ആൻഡ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഫോർ യുവർ എക്സാമിനേഷൻ സ്റ്റുഡൻസിനോട് പലപ്പോഴും പറയാറുള്ളതാണ്, വേറൊന്നുമല്ല, ഇപ്പം ഈ ഒരു ഏരിയ ന്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്, ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പുതിയ കാര്യമാണല്ലോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് സ്റ്റുഡൻസിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സിലബസ് എടുക്കുക, ആ സിലബസ് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ഈ സിലബസിൽ ഉള്ള ഹെഡിങ്ങിൻ്റെ അകത്തേക്ക് പോയാൽ എന്താണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത്, സിലബസിൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക്, നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയണം. അത്രയും മതി, അതിനപ്പുറത്തോട്ടൊന്നും പോകാൻ നിൽക്കണ്ട. ബേസിക്കലി അതെങ്കിലും അറിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് അടുത്ത കിടക്കുന്നത് സൈക്കിളിൻ്റെ അണ്ടറിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. എന്താണ് മിറ്റിഗേഷൻ? ചിലർക്ക് ആ വേർഡിൻ്റെ മീനിങ് അറിയത്തില്ലായിരിക്കും, മലയാളത്തിൽ ഫോളോ ചെയ്യുന്നവർക്ക് ആ മീനിങ് അറിയത്തില്ലായിരിക്കും. അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് അല്ലാതെ പഠിച്ചവർക്കാണെങ്കിൽ ഈ വേർഡ് കോമണുമാണ് കേട്ടോ. കാരണം ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ഉള്ളതാണ് മിറ്റിഗേഷൻ ഗോൾസ്, മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ്. അപ്പോൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണെന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴടുത്തത് സിലബസ് വീണ്ടും കിടക്കുന്നത് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ. അപ്പോൾ നമ്മൾ അതും മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ഇങ്ങനെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം നീ എന്ത് ചെയ്യുക, മിറ്റിഗേഷൻ സ്ട്രക്ചറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതിൻ്റെ അണ്ടറിൽ ഇതൊക്കെ വരാം എക്സാമ്പിളുകളായിട്ട്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് കഴിയുമ്പോൾ എന്താ കിടക്കുന്നത്, അടുത്ത മിറ്റിഗേഷൻ ഗോൾ എന്താണെന്ന്. എന്താണ് മിറ്റിഗേഷൻ ഗോൾ? അവിടെയാണ് ആ മിറ്റിഗേഷൻ ഗോൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവിടെ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് വൺ ലൈനിൽ, ഇതെല്ലാം വൺ ലൈനിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ സിലബസ് വൈസ് നമ്മൾ അതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെയുള്ളൊരു ടോപ്പിക്കിൽ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മളുടെ മുന്നിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ജനങ്ങൾ എങ്ങനെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതും ഒക്കെ പത്രങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡ് കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, മണ്ണിടിച്ചിലുണ്ടായ സമയത്ത്, പിന്നെ അർജുൻ്റെ കേസ് ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് ആളുകൾ അതിനകത്ത് ഓരോ ദിവസവും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ റെസ്പോൺസ് ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത്, എങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യാത്തതിലെ പാളിച്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഈവൻ ആൻ ആക്സിഡൻറ്റ് ക്യാൻ ഹാപ്പൻ, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അറ്റ്ലീസ്റ്റ് മറിഞ്ഞെങ്കിലും വീണിട്ടുണ്ട്. അപ്പം മറിഞ്ഞ് വീഴാതിരിക്കണമെന്നുണ്ട് എങ്കിൽ എങ്ങനെ നടക്കണമെന്നുള്ളത്, കുഞ്ഞുങ്ങൾ ഓടുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷൻ, അവരുടെ പോക്ക് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും, ഓ ഇതായിരുന്നല്ല, ഇത് ശരിയായ കാര്യമാണെന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ സിലബസ് പ്രോപ്പർലി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, മറ്റ് പല ഭാഗത്തും എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സബ്ജക്റ്റും ന്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണ് സിലബസ് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിനും ഇത് നിങ്ങൾ ചെയ്യുന്നുമുണ്ട്. കാരണം ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സിലബസിലെയും കാര്യങ്ങൾ കൃത്യം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റും. അതായത്
കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പം അവിടെ നിങ്ങളോട് ഫസ്റ്റ് സിലബസിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഇന്ന ദിവസം ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് നാളുകളായി ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വരുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങി പോകണം എന്നുള്ളതാണ്. പക്ഷേ സിലബസ് ഓൺലൈനിൽ എല്ലാവർക്കും ഡിഫൈൻ ചെയ്യാൻ അറിയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എല്ലാവർക്കും അറിയാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അങ്ങനെ കൊടുത്തിട്ടുള്ളല്ലോ സിലബസിൽ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സിലബസിലെ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അറ്റ് ദ ലീസ്റ്റ് നിങ്ങൾ അത്രയെങ്കിലും ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകേണ്ടത്. എളുപ്പമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മിറ്റിഗേഷൻ ഗോൾസ് എന്ന് പറയുന്ന ഒരു ടേം കേട്ട് കഴിഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് അറിയണം എന്നുള്ളതാണ്. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. സോ മിറ്റിഗേഷൻ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റിഗേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിൻ്റെ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഒരു പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചിരുത്തിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇത് അതിന് വേണ്ട അതോറിറ്റീസ് ആയിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിസാസ്റ്റർ മാനേജേഴ്സ് എന്നോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് എന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടല്ലോ, അതിനകത്ത് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, അവരായിരിക്കും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ പഠിച്ചിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടാവും, എക്സ്പേർട്സ് ഉണ്ടാവും, ആ ഫീൽഡിൽ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടാവും, ഇവരായിരിക്കും. അപ്പോൾ ഇവർ മിറ്റിഗേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് അവരുടെ മുന്നിലേക്ക് വരുന്നത് ഈ മിറ്റിഗേഷൻ്റെ ഔട്ട്കം, അതായത് ഈ ഒരു സംഗതി ചെയ്യുക വഴി നമ്മൾ എന്ത് ഔട്ട്കമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തരത്തിലുള്ള മിറ്റിഗേഷൻ ഓപ്ഷൻസിനെ പറ്റിയിട്ട് ചൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മിറ്റിഗേഷൻസിനെ ചൂസ് ചെയ്യണം, മിറ്റിഗേഷൻ ആക്ടിവിറ്റീസിനെ. അത്തരത്തിൽ ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗോളുകളുണ്ട്. ആ ഗോളുകളാണ് മിറ്റിഗേഷൻ ഗോൾസ് എന്ന് പറയുന്നത്. ഇത് എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ക്ലാസിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് ദ ഇൻറ്റൻറ്റഡ് ഇമ്പാക്റ്റ് ഓഫ് ദ മിറ്റിഗേഷൻ സ്ട്രാറ്റജി. ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചൂസ് ചെയ്യുന്നത് ആ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ എന്ത് നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിറ്റിഗേഷൻ ഗോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഹിയർ വി നീഡ് ടു ലേൺ ഈസ് ഫ്രം ദ ഡിസാസ്റ്റർ ലൈക്ലിഹുഡ് റിഡക്ഷൻ. ഡിസാസ്റ്റർ ലൈക്ലിഹുഡ് റിഡക്ഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത്. ഇതെന്താണ് ഡിസാസ്റ്റർ ലൈക്ലിഹുഡ് റിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ പ്രിവെൻറ്റിങ് ഓർ മിനിമൈസിങ് ദ ചാൻസസ് ഓഫ് ദ ഹസാർഡ് ഹാപ്പനിങ്. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതായത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഇമ്പാക്റ്റും നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കുക, അത് ഒക്കർ ചെയ്യാതിരിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് ഈ ഒരു മിറ്റിഗേഷൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, അതെങ്ങനെ ശരിയാവും, ഇത് ഇന്നവിറ്റബിൾ ആണ് എന്നുള്ളതല്ലേ പറഞ്ഞത്. താനോസിനെ പോലെയാണെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ സംഭവിക്കുമായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രോപ്പർലി മാനേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ് കൺട്രോൾ ത്രൂ ഡാംസ് ഓർ എംബാർക്ക്മെൻറ്റ്സ്. അതായത് നമ്മൾ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഫ്ലഡ് കൺട്രോളാണ്. രണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇറിഗേഷണൽ ആക്ടിവിറ്റീസ് പ്രധാനപ്പെട്ട തന്നെയാണ് അതെന്ന് പറയുന്നതും. ഇറിഗേഷണൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇപ്പം ലൈക്ക് പവർ പ്ലാന്റ് എന്നുള്ളൊരു രീതിയിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ജനറേഷനും വരുന്നുണ്ട്. എന്നിരുന്നാലും ഫ്ലഡ് കൺട്രോൾ എന്ന് പറയുന്നത്, അതായത് വെള്ളം ക്രമാതീതമായി വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാമിൽ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ട് എംബാർക്ക്മെൻറ്റ്, അല്ലെങ്കിൽ ഈ നദികളുടെ ഇരു സൈഡുകളിലും ഉയർത്തി പൊക്കി തിട്ടകൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, ലെവീസ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വെള്ളം അതിനകത്ത് തന്നെ ഓവർ സ്പില്ലാവാതെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പം ചെറിയ രീതിയിലുള്ള ഫ്ലഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻറ്റ് ഫ്ലഡിങ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ കംപ്ലീറ്റ് ഫ്ലഡ് ഇല്ലാതാവുന്നു എന്നുള്ളതല്ല. കേരളത്തിൽ ആവശ്യം പോലെ ഡാമുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഫ്ലഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കൈക്ക് നിൽക്കാത്ത രീതിയിലേക്ക് പോകും സിറ്റുവേഷൻസ്. പക്ഷേ എന്താണ്, ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ഫ്ലഡിങ് സിറ്റുവേഷൻസ് ഉണ്ടായേനെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡാമുകൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നതാണ്. ദെൻ ഫ്ലഡ് ലെവീസ് ടു റെഡ്യൂസ് ഫ്രീക്വൻസി ഓഫ് ഫ്ലഡിങ്. ദെൻ ലാൻഡ് സ്ലൈഡ് സോണിങ് റെസ്ട്രിക്ഷൻസ്. അതായത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ പോയിട്ട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതൊരു ഹസാർഡായിട്ടങ്ങ് അവസാനിക്കും, അതൊരു ഡിസാസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറുകയില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസാസ്റ്ററിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ലോവറിങ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പർട്ടിക്കുലർ ഹസാർഡ് വിൽ ഒക്കർ ഇൻ ടു ഓർ മാനിഫെസ്റ്റ്. ഒരു ഹസാർഡ് അത് സംഭവിക്കുന്നു, പക്ഷേ എന്താണ്, അത് ഡിസാസ്റ്റർ ലെവലിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്, ഡിസാസ്റ്ററായി മാറാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഡിസാസ്റ്ററിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഡിസാസ്റ്റർ ലെവലിലേക്ക് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസ്ക് ലൈക്ലിഹുഡ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. വേറെയും എക്സാമ്പിളുകൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ ഇതിനെ റിലേറ്റ് ചെയ്യുക കേട്ടോ, റിസ്ക് ലൈക്ലിഹുഡ് റിഡക്ഷൻ. നെക്സ്റ്റ് ഈസ് റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ. ഇവിടെ മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്, റിസ്ക് ലൈക്ലിഹുഡ് അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. രണ്ടെന്ന് പറയുന്നത് എന്താണ്, റിസ്കിൻ്റെ കോൺസിക്വൻസ്, റിസ്കിനെ തുടർന്നുണ്ടാവുന്ന ഡാമേജസും മറ്റു കാര്യങ്ങളും അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജേഴ്സിൻ്റെ സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ ഇമ്പാക്റ്റ് ഓഫ് ദി ഹസാർഡ്. ആ ഹസാർഡ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ടു ഹ്യൂമൻ സ്ട്രക്ചേഴ്സ്, എൻവയോൺമെൻറ്റ് ഓർ എനി കോമ്പിനേഷൻ ഓഫ് ദിസ്. മനുഷ്യൻ്റെ ഇപ്പം ലൈവ്ലിഹുഡായിട്ട് നമ്മൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങൾക്കോ എൻവയോൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇവയ്ക്ക് എല്ലാവർക്കും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഇമ്പാക്റ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. So which means mitigation measures that addresses consequence assuming that a hazard will occur with an associated intensity or magnitude, and they ensure that the protected structure, population, system or other subject is able to withstand such an event without negative consequences. അതായത് ഇത് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് സംഭവിക്കുന്നതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന മാഗ്നിറ്റ്യൂഡിൽ അത് സംഭവിക്കും എന്നുള്ളൊരു രീതിയിലും നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ എന്താണ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം സ്ട്രക്ചറൽ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു എർത്ത് ക്വേക്ക് അതുണ്ടാകും. പക്ഷേ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്, എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഇഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് ഡിസൈൻസ്, സൈക്ലോൺ ഷെൽറ്റേഴ്സ്, സേഫ് സ്കൂൾസ്, ഏർലി വാർണിംഗ് സിസ്റ്റംസ് ആൻഡ് ഇവാക്യുവേഷൻ പ്ലാൻസ്. അതിനകത്ത് അത് മാത്രമല്ല എന്താണ് നോൺ സ്ട്രക്ചറലും വരുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ക്വിക്ക് ഇവാക്യുവേഷൻ പ്ലാനുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ തയ്യാറാക്കി ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഈ പറയുന്ന തരത്തിലുള്ള കോൺസിക്വൻസുകൾ കുറയ്ക്കാൻ നമുക്ക് കാരണമാവാറുണ്ട്. സോ ഇതെന്ന് പറയുന്നതാണ് സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത്, റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റിസ്ക് അവോയ്ഡൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, റിസ്ക് ലൈക്ലിഹുഡ് റിഡക്ഷൻ ആയിരുന്നു ആദ്യം പഠിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മളെന്താണ് ഈ സംഗതി വരുന്നതിൽ നിന്നും, അതായത് ഒരു ഫ്ലഡ് സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്തൊരു ഡിസാസ്റ്റർ ആവുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, പ്രിവെൻറ്റ് ചെയ്ത് നിർത്തി. അതായത് അവിടെയും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ് വന്നത്, ഇനി വരട്ടെ, ഓക്കെ ഇതിനും അപ്പുറത്തേക്ക് വരട്ടെ, കുഴപ്പമില്ല, ഞാൻ അതിന് പറ്റിയ രീതിയിലുള്ള ബിൽഡിങ്ങും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആളുകളോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം സെറ്റാണ്, വന്നു കഴിഞ്ഞാൽ ഞാൻ നേരിട്ടോളാം. രണ്ട് കേസിലും എന്താണ് നമ്മൾ വളരെ വിൽഫുള്ളായിട്ട് നിൽക്കുകയാണ്, സംഗതി ഞാൻ നേരിട്ടോളാം എന്നുള്ളൊരു രീതിയിൽ, നമുക്കൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ മൂന്നാമത്തെ കേസിൽ അങ്ങനെയല്ല, നമ്മൾ തോറ്റുപോയി. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റിസ്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ സാധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കളിക്കാൻ നിൽക്കാതെ നമ്മൾ മാറിപ്പോവുക എന്നുള്ളതാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, റിസ്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ് എലിമിനേറ്റ്സ് ദി എക്സ്പോഷർ ടു എ പർട്ടിക്കുലർ ഹസാർഡ്. ഒരു ഹസാർഡിനെ നമ്മൾ നേരിടുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല, ആ പരിപാടി ഒഴിവാക്കുക, അവിടെ നിന്ന് കൂടും കിടക്കി എടുത്തിട്ട് പോവുക എന്നുള്ളത്. അതായത് ഒരു സൈക്ലോൺ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവിടെ നിന്നും, കടൽ തീരത്താണ് താമസിക്കുന്നത്, സുനാമി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അന്നേരം അതിനെ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് പറ്റാവുന്നത്ര ദൂരെ പോയി മാറി നിൽക്കുക, ഇത് വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പോവുക എന്നുള്ളതാണ് ഈ പറയുന്ന റിസ്ക് അവോയ്ഡൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഹിബിറ്റിംഗ് സെറ്റിൽമെൻറ്റ് ഇൻ ഫ്ലഡ് പ്ലെയിൻസ് ഓർ കോസ്റ്റൽ ഇറോഷൻ സോൺസ്. അതായത് കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് എന്താണ് ഈ കോസ്റ്റൽ ഇറോഷൻ കാരണത്താലായിട്ട് അവരുടെ വീടും മറ്റും നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുന്നു എന്നുള്ള കാര്യം. അതേപോലെ തന്നെ എന്താണ് ഫ്ലഡ് ഉണ്ടാകുന്നു, ഫ്രീക്വൻറ്റ് ഫ്ലഡ് ഉണ്ടാകുന്നു, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ താഴെ നിൽക്കാതെ അവിടെ നിന്ന് അല്ലെങ്കിൽ എർത്ത് വേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും എന്താണ് എർത്ത് വേക്കിനെക്കാളും നമുക്ക് കൃത്യമായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലഡ് കണ്ടിന്യൂസ് ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ ഹൈറ്റുള്ള സ്ഥലത്തോട്ട് പോവുക എന്നുള്ളത്. പിന്നെ ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന മലയുടെ താഴെ പോയി നിൽക്കാതെ അവിടെ പോയി താമസിക്കാതെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക എന്ന് പറയുന്നത് ഈ റിസ്ക് അവോയ്ഡ് ചെയ്യുകയാണ്. ഓക്കെ, അത് എന്താണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പിന്നെ റീലൊക്കേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഫ്രം ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ്, ഇതൊക്കെ എന്താണ് റിസ്ക് അവോയ്ഡൻസിൻ്റെ അണ്ടറിൽ പെടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ സധൈര്യം നേരിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ എന്താണ് നൈസായിട്ട് അങ്ങ് ഒഴിവാകുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് റിസ്ക് അവോയ്ഡൻസ്. നെക്സ്റ്റ് ഈസ് റിസ്ക് അക്സെപ്റ്റൻസ്. അതായത് നേരത്തെ എന്താണ് നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സഹിക്കുക എന്ന് പറയുന്നത്, അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളുക, അതിനെ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് റിസ്ക് അക്സെപ്റ്റൻസിൽ വരുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു കാര്യം. കാരണം വേറൊന്നുമല്ല, ഈ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ. ഈ 3 മിറ്റിഗേഷൻ സ്ട്രാറ്റജികളിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ അത് അഡോപ്റ്റ് ചെയ്യുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതായത് ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകല കാര്യങ്ങളും എടുത്ത് കളഞ്ഞു വെച്ച് വേറൊരിടത്ത് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജീവിതം തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിറ്റിക്ക് താമസിക്കാനുള്ള സ്ഥലമില്ല,
അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർക്ക് ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആണ് ആ രാജ്യം, അതുകൊണ്ട് തന്നെ എന്താണ് ആ കമ്മ്യൂണിറ്റി അങ്ങനെ റീഹാബിലിറ്റ് ചെയ്യാനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സാഹചര്യമില്ല. വളരെ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കോസ്റ്റ് ബെനിഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നുമില്ല. ചിലപ്പോൾ 50 വർഷത്തിൽ ഒരിക്കലും ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് കാണാം എന്നുള്ളൊരു രീതിയിൽ അതിനെ നേരിടുക. അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഭൂമിയൊലുക്കൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ ചെറുതായിട്ടൊക്കെ ഫ്രീക്വൻറ്റ് ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, പീരിയോഡിക്കലാണ്, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പോവുക, ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ചില എമൗണ്ട്, ഒരു പർട്ടിക്കുലർ റിസ്ക് വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനത് ടോളറേറ്റ് ചെയ്യുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് അക്സെപ്റ്റൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പല കാരണങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെ ഒരു റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, മറ്റു പല കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്താണ്, തൽക്കാലം നമുക്കിങ്ങനെ പോകാമെന്നുള്ളത്. രണ്ടെന്ന് പറയുന്നത് അൺഡിസൈറബിൾ സെക്കൻഡറി കോൺസിക്വൻസസ്. അതായത് നമ്മളൊരു മിറ്റിഗേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ തുടർന്ന് മറ്റൊരു കോൺസിക്വൻസ്, മറ്റൊരു മോശം കാര്യം സംഭവിക്കുന്നു എന്നുള്ളത്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ട് ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാം ഇക്കോളജിക്കൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ലോങ് ടൈമിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് വേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫ്ലഡിനെ പേടിച്ച് ഡാം പണിഞ്ഞ് എർത്ത് വേക്ക് ഉണ്ടായി, അതും പൊളിഞ്ഞ് എല്ലാം കൂടെ താഴെ പോകുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഡാം പണിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സെക്കൻഡറി കോൺസിക്വൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലം ഡാം പണിയേണ്ട, ഇടയ്ക്കിടയ്ക്ക് വെള്ളം പൊങ്ങി അതുവഴി ഒഴുകി നടക്കാം, അതായിരിക്കും നല്ലതെന്ന് വിചാരിക്കും. മൂന്നാമത്തെന്ന് പറയാൻ സോഷ്യോ കൾച്ചറൽ പാറ്റേൺ ആണ്. ഞാനിപ്പം നേരത്തെ പറഞ്ഞതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റൽ ഇറോഷനൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുന്നതല്ലേ ബെറ്റർ എന്നുള്ളത്. എന്നാലും ആളുകൾ അവിടെ താമസിക്കും. കാരണം എന്താണ്, അവർ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളാണ്, അവരുടെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തേതാണ്. അവർക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു സംഗതി കൂടി വർക്കാവുന്നുണ്ട്. ഹ്യൂമൻ ബിഹേവിയർ കൂടി അവിടെ വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വി ആർ വില്ലിങ്, ഞങ്ങൾ കൊച്ചു പ്രായം തൊട്ടേ കണ്ടു വളരുന്നൊരു സംഗതിയാണ്, വി ആർ വില്ലിങ് ടു അക്സെപ്റ്റ് ദ റിസ്ക് എന്നുള്ളൊരു രീതിയിൽ അവിടെ തന്നെ എന്ത് ചെയ്യുക, റീലൊക്കേഷൻ ഇല്ലാതെ അവിടെ തന്നെ താമസിച്ച് പോകുന്നു. അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു ഗോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഭാഗങ്ങളിൽ അങ്ങനത്തെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. നൗ എക്സാമ്പിൾസ്, ലീവിങ് ലോ റിസ്ക് ഏരിയാസ് അൺമാനേജ്ഡ് ഡ്യൂ ടു ലിമിറ്റഡ് എക്സ്പോഷർ. അതായത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കുക, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പോകുന്നില്ല. കൺസിഡർ മൈനർ സീസണൽ ഫ്ലഡിങ് ഇൻ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് എ പാർട്ട് ഓഫ് നോർമൽ ക്രോപ്പിംഗ് പാറ്റേൺ. അതായത് ഇടയ്ക്കിടയ്ക്കുള്ള ഫ്ലഡിങ് എന്ന് പറയുന്നത് അതൊരു ക്രോപ്പിംഗ് പാറ്റേണിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഫ്ലഡഡ് ആവുന്നുണ്ട്, കുറച്ച് ഫെർട്ടൈൽ സോയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ ഓക്കെ, ഫ്ലഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം, അങ്ങനത്തെ ഉള്ളൊരു രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുള്ള അവസാനത്തെ കാര്യമാണ്, അല്ലെങ്കിൽ അഞ്ചാമത്തെ മിറ്റിഗേഷൻ ഗോളാണ് റിസ്ക് ട്രാൻസ്ഫർ, ഷെയറിങ് ഓർ സ്പ്രെഡിങ് എന്ന് പറയുന്നൊരു കാര്യം. അതായത് റിസ്ക് ഉണ്ടാവുന്നുണ്ട്, അതൊരു കമ്മ്യൂണിറ്റിയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് അതിൻ്റെ മോണിറ്ററി ഇമ്പാക്റ്റ്, അല്ലാത്ത ഇമ്പാക്റ്റ് എല്ലാം ആ കമ്മ്യൂണിറ്റി സഹിക്കണം. കാരണം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ് ഈസ് വൈപ്പിംഗ് ഔട്ട് ഫ്രം ദാറ്റ് ഏരിയ. അവരുടെ ജനറേഷനും അവരുടെ വീടും ഫാമിലിയും ഒക്കെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പം ആളുകൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമാണ് ഉണ്ടാകുന്നത്, മോണിറ്ററി നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് കൊണ്ടുവന്നിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്, പിന്നെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് ഷെയർ ചെയ്യുക. സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ദെൻ അതല്ലാതെയുമുള്ള കുറേ കാര്യങ്ങൾ, ഇൻഷുറൻസ് കവറേജ് കൊണ്ടുവരും. നമുക്കിപ്പോൾ ഒരു വണ്ടി അപകടം ഉണ്ടാകും, നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്ത നഷ്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് അത് കവർ ചെയ്യുന്നു എന്നുള്ളത്, ഇതൊക്കെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. സോ ഇവിടെ റിസ്ക് നമ്മൾ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, റിസ്ക് അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷേ അത് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പുറത്തെ വീട്ടിലുള്ളവനും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. എനിക്ക് 1000 രൂപയുടെ നഷ്ടമുള്ളത് എല്ലാവർക്കും കൂടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എനിക്കൊരു വലിയ ബർഡനായിട്ട് തോന്നത്തില്ല. സോ ഹിയർ ദ കോൺസിക്വൻസസ് ഓർ ലൈക്ലിഹുഡ് ഈസ് ഡയല്യൂട്ടഡ് അക്രോസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സച്ച് ദാറ്റ് ഈച്ച് സഫേഴ്സ് ആൻ ആവറേജ് കോൺസിക്വൻസ്. ഒരുപാട് ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, എല്ലാവരും കുറച്ചായിട്ട് ചെറിയ രീതിയിലുള്ള കോൺസിക്വൻസിൻ്റെ ആ ഒരു സഫറേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ മോസ്റ്റ് കോമൺ ഫോം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. പിന്നെ അതല്ലാതെ വരുന്നത് കാറ്റസ്ട്രോഫി ബോണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി, ക്യാറ്റ് ബോണ്ട്സ് എന്ന് പറയും. PSC നല്ല രീതിയിൽ എക്സാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാറ്റ് ബോണ്ടിൽ നിന്നുള്ളൊരു ചോദ്യം ഇത്തവണ ചോദിക്കേണ്ടതാണ്. കറണ്ട് അഫേഴ്സാണ്, സിലബസിൻ്റെ അണ്ടറിൽ, മിറ്റിഗേഷൻ ഗോൾസിൻ്റെ അണ്ടറിൽ
ഡീപ്പറായിട്ട് പഠിക്കുന്ന ഒരാളിന് കിട്ടുന്ന ഒരു പോയിൻ്റാണ് ക്യാറ്റ് ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം, കാറ്റസ്ട്രോഫി ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ ക്രോപ്പ് ഇൻഷുറൻസ്, കമ്മ്യൂണിറ്റി ഡിസാസ്റ്റർ ഫണ്ട്, മ്യൂച്വൽ എയ്ഡ് സിസ്റ്റം പരസ്പരം സഹായിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കാറ്റസ്ട്രോഫി ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അവിടെ വരുന്നത്. ഈ ക്യാറ്റ് ബോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇൻഷുറൻസ് കവറേജിനകത്ത് വരുന്നു എന്ന് പറഞ്ഞില്ല, ഇതിന് എന്ത് ചെയ്യും, ഒരു ബോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ട്രേഡബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഈ റിസ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. കോംപ്ലക്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഇൻഷുറൻസ് ആളോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ആളോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സംഗതിയെ ബോണ്ടായിട്ട് ട്രേഡബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് ക്യാപിറ്റൽ മാർക്കറ്റ് വഴി ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഡിഫറൻ്റ് ആണ്, എക്കണോമിക്സ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഗതി, ഈ റിസ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡിസാസ്റ്റർ റിസ്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. റിസ്ക് ട്രാൻസ്ഫറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗം കൂടിയിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്യാറ്റ് ബോൺസ് എന്നാണ് സിംപ്ലി പറയുന്നത്. അപ്പോൾ ക്യാറ്റ് ബോൺസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും അറിയാത്ത ഒരാളിന് അത് എഴുതാൻ പറ്റത്തില്ല. ക്യാറ്റ് ബോണ്ട് കാറ്റസ്ട്രോഫി ബോണ്ടാണെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ അതിന് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കേരള PSC ആയതുകൊണ്ട് മാത്രം വലിയ സംഭവമായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ട് ചോദിക്കത്തില്ല. മറ്റ് നല്ലൊരു എക്സാം ബോർഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ കൃത്യം ഈ ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നതാണ്. ദെൻ as a conclusion, these 5 mitigation goals help disaster management authorities strategically plan and implement risk reduction measures based on the നേച്ചർ ഓഫ് ഹസാർഡ്. അതായത് ഈ 5 ഗോളുകൾ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഡിസാസ്റ്റർ മാനേജേഴ്സിന് ഏത് ടൈപ്പ് ഓഫ് റിസ്ക് റിഡക്ഷൻ ആക്ടിവിറ്റിയാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്, ബേസ്ഡ് ഓൺ ദ ഹസാർഡ്. ഏത് ടൈപ്പ് ഹസാർഡാണ് ഉണ്ടാകുന്നത്, കമ്മ്യൂണിറ്റിയുടെ വൾണറബിലിറ്റി, കമ്മ്യൂണിറ്റി എത്രത്തോളമാണ് അതിന് അതിൽ റെസിലിയൻ്റ് ആയിട്ട് നിൽക്കുക, അതിൻ്റെ വൾണറബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ദെൻ റിസോഴ്സസ് അവൈലബിൾ, നമ്മുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ റിസോഴ്സസ് ഉണ്ട്. ദെൻ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക്, അതായത് ഒരു ഉറുമ്പ് പോലും മരിക്കരുത് എന്ന രീതിയിലൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആളുകൾ മരിക്കുന്നതാണ് വലിയ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്, വീടും മറ്റുമൊക്കെ പൊക്കോട്ടെ, അപ്പോൾ നമുക്ക് അവിടുന്ന് അന്നേരം ഇവാക്യുവേറ്റ് ചെയ്ത് മാറുക എന്നുള്ളൊരു സിറ്റുവേഷൻ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ ഒരു ഇൻഡസ്ട്രി, ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫെസിലിറ്റിക്ക് കേടുപാട് പറ്റാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നതും അവിടെ നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് വരും. അപ്പോൾ ഏതാണ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്ററാണ്, ആ കമ്മ്യൂണിറ്റി എത്രത്തോളം അതുമായിട്ട് കോപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഈ മിറ്റിഗേഷൻ ഗോൾസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിസാസ്റ്റർ മാനേജേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മിറ്റിഗേഷൻ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന കാര്യം കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇത് ഇത്രയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള മിറ്റിഗേഷൻ ഗോൾസ് എന്ന് പറയുന്നത്.